ഇന്നത്തെ റെസിപ്പി നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു വാഴയ്ക്ക ബജിയാണ്. നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങിച്ച് കഴിക്കുന്ന ആ ഒരു ടേസ്റ്റിൽ നല്ല പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് വാഴയ്ക്ക ബജി ഉണ്ടാക്കിയെടുക്കാം. അതിനായിട്ട് 2 വാഴയ്ക്കയാണ് എടുത്തിട്ടുള്ളത്. ഇത് നീളത്തിലോ റൗണ്ട് ഷേപ്പായിട്ടോ കട്ട് ചെയ്തെടുക്കാം. വളരെ നൈസായിട്ട് വേണം കട്ട് ചെയ്യാൻ. അപ്പം ഞാനിവിടെ സ്ലൈസറിലാണ് കട്ട് ചെയ്യുന്നത്. നീളത്തിലാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. ഒരു കപ്പ് കടലമാവ്, ആവശ്യത്തിന് എണ്ണ, വെളിച്ചെണ്ണയോ അല്ലെങ്കിൽ ഏതെങ്കിലും റിഫൈൻഡ് ഓയിലോ എടുത്താൽ മതി. അപ്പോൾ ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് എടുത്തിട്ടുള്ളത്. 1/2 ടീസ്പൂൺ പെരിഞ്ചീരകം പൊടിച്ചത്, ആവശ്യത്തിന് ഉപ്പ്, 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ, 1/4 ടീസ്പൂൺ കായപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി. എടുത്തിട്ടുള്ള കടലമാവിലേക്ക് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ആഡ് ചെയ്ത് കൊടുക്കാം. മുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്, പെരിഞ്ചീരകം പൊടിച്ചത്, കായപ്പൊടി, ബേക്കിംഗ് സോഡ. ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ സ്പൂൺ കൊണ്ടാണ് ഞാൻ മിക്സ് ചെയ്ത് കൊടുക്കുന്നത്. എല്ലാ ഇൻഗ്രീഡിയൻസും മാവുമായിട്ട് നന്നായിട്ട് മിക്സായി വരണം. നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വെള്ളം ചേർത്ത് കൊടുക്കാം. വെള്ളം ചേർക്കുമ്പോൾ കുറച്ചായിട്ട് വേണം വെള്ളം ചേർത്ത് കൊടുക്കാൻ. നമ്മൾ മിക്സ് ചെയ്തെടുക്കുന്ന ആ ഒരു കണക്കിന് വേണം വെള്ളം ആഡ് ചെയ്ത് കൊടുക്കാൻ. ഒരുപാട് വെള്ളം ചേർത്ത് കഴിഞ്ഞാൽ മാവിൻ്റെ പരുവം തെറ്റിപ്പോവും. കട്ടയൊന്നും ഇല്ലാത്ത രീതിയിൽ നല്ല സ്മൂത്തായിട്ട് വേണം മാവ് മിക്സ് ചെയ്തെടുക്കാൻ. ഇതുപോലെ ഇത്രയും കട്ടിയിൽ വേണം റെഡിയാക്കി എടുക്കാൻ, എന്നാലേ കറക്റ്റായിട്ട് കിട്ടുള്ളൂ. അപ്പോൾ ഇനി നമുക്ക് ബജി റെഡിയാക്കി എടുക്കാം. അതിനായിട്ട് പാനിലേക്ക് ആവശ്യമായിട്ടുള്ള എണ്ണ ചേർത്ത് കൊടുക്കാം. എണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇനി വാഴയ്ക്ക മാവിൽ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. ഇതുപോലെ നന്നായിട്ട് മുക്കിയെടുത്ത ശേഷം എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതൊരു ലൈറ്റ് ബ്രൗൺ കളർ ആകുന്നത് വരെ ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ബജി ചെറിയൊരു ബ്രൗൺ കളറായി ക്രിസ്പി ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി കോരി മാറ്റാം. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള വാഴയ്ക്ക ബജി റെഡിയായി. എല്ലാവരും തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണം.